ദില്ലിയിലെ CJP പ്രക്ഷോഭത്തെ പിന്തുണച്ചതിന് വിസ്മയ മോഹൻലാലിനെതിരെ സൈബർ അധിക്ഷേപം. പ്രക്ഷോഭത്തെ പിന്തുണച്ച് ഇൻസ്റ്റഗ്രാമിൽ വിസ്മയ പോസ്റ്റിട്ടിരുന്നു. ഫേസ്ബുക്ക് കമന്റുകളിലൂടെയാണ് അധിക്ഷേപം വന്നിരിക്കുന്നത്. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, ഇത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്. യുവാക്കൾക്ക് വേണ്ടി വിസ്മയുടെ പ്രതികരണം വരികയായിരുന്നു. ഇത് ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അത് ചോദ്യം ചെയ്തുകൊണ്ട് വിസ്മയ പോസ്റ്റ് ഇട്ടത്. എന്താണിപ്പോൾ വലിയ സൈബർ അധിക്ഷേപമാണോ? വിസ്മയുടെ പ്രതികരണം വരുന്നുണ്ടോ? സ്മൃതി, CJP പ്രക്ഷോഭത്തെക്കുറിച്ച് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് വിസ്മയ പ്രതികരിച്ചത്. ആ പോസ്റ്റ്, ആ സ്റ്റോറി പങ്കുവച്ചതിന് പിന്നാലെ അത് വലിയ തോതിൽ ചർച്ചയായിരുന്നു. അതിലെ ചോദ്യം, ഒരു രാജ്യം, ജനാധിപത്യ രാജ്യം, പൗരന്മാരോട് ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന ചോദ്യം ഉൾപ്പെടുത്തിയാണ് ആ സ്റ്റോറി പങ്കുവച്ചത്. അതിൽ തന്നെ ആ പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുകയോ പിന്തുണയ്ക്കാതെ ഇരിക്കുകയോ ചെയ്യാം, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഒരു ജനാധിപത്യ രാജ്യം സ്വന്തം പൗരന്മാരോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന് ലാത്തിച്ചാർജിനെ അടക്കം, പോലീസ് നടപടിയടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ സ്റ്റോറി പങ്കുവച്ചത്. ഇൻസ്റ്റഗ്രാമിൽ പക്ഷേ സൈബർ അധിക്ഷേപമൊന്നും കാണാനില്ല. പക്ഷേ അവരുടെ പുതിയ ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റർ അവർ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. അതിന് കമന്റായാണ് വ്യാപകമായ അസഭ്യ പ്രയോഗവും അധിക്ഷേപവും വരുന്നത്. വലിയ തോതിൽ കമന്റുകളായി ഈ സൈബർ അധിക്ഷേപമുണ്ട് എന്നത് കാണാം. പലതും നമുക്കിവിടെ കോട്ട് ചെയ്യാൻ കഴിയാത്തതാണ്, പറയാൻ കഴിയാത്ത വിധമുള്ള അസഭ്യ പ്രയോഗങ്ങളുണ്ട്, വലിയ തോതിലുള്ള അധിക്ഷേപങ്ങളുണ്ട്. ആ നിലയ്ക്കാണ് ഫേസ്ബുക്കിലെ അവരുടെ പോസ്റ്റുകൾക്ക്, അവർ പങ്കുവച്ചിരിക്കുന്ന ചലച്ചിത്രത്തിന്റെ പോസ്റ്ററിനടക്കം അതിന്റെ കമന്റ് സെക്ഷനിലടക്കം വലിയ തോതിലുള്ള അധിക്ഷേപമാണ് വരുന്നത്. വിസ്മയ മോഹൻലാലിന്റെ ആ സ്റ്റോറി, ആ പരാമർശം വലിയ തോതിൽ സ്വാഭാവികമായി തന്നെ, കാരണം സമൂഹ മാധ്യമങ്ങൾ വഴി ആണല്ലോ ഈ CJPയുടെ പ്രക്ഷോഭം വലിയ തോതിൽ ചർച്ച നേടുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്തത്. ആ ഘട്ടത്തിലാണ് അവരുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി വരുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരം ഒരു വലിയ അധിക്ഷേപം, സൈബർ ആക്രമണം എന്ന് തന്നെ വിളിക്കാം, അത് നടക്കുന്നത്. ഇതേക്കുറിച്ച് എന്തെങ്കിലും ഒരു പുതിയ പ്രതികരണം അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴിയോ അല്ലാതെയോ വിസ്മയ മോഹൻലാൽ നടത്തിയിട്ടില്ല. പക്ഷേ നമുക്ക് വായിച്ചു നോക്കാൻ പോലും കഴിയാത്ത വിധമുള്ള അസഭ്യ പ്രയോഗങ്ങളുണ്ട്, അധിക്ഷേപ പരാമർശങ്ങളുണ്ട് എന്ന് തുടങ്ങി വിവരിക്കാൻ കഴിയാത്ത വിധമുള്ള അധിക്ഷേപങ്ങളാണ് കമന്റുകളായി ഫേസ്ബുക്കിൽ വരുന്നത്. ശരി, സജോ ദേവസ്യാണ് വിവരങ്ങൾ.